നമസ്കാരം. ബിനീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യോദയത്തിന് 48 മിനിറ്റ് മുമ്പ് കൊളുത്തുന്ന വിളക്കാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക്. അത് പൂജാമുറിയിൽ തന്നെ കൊളുത്തണമെന്നില്ല, കിച്ചണിലോ ഡൈനിങ് റൂമിലോ കൊളുത്താവുന്നതാണ്. രാവിലെ 3:30-നും 5 മണിക്കുള്ളിലും കൊളുത്തുന്നതാണ് ഉത്തമം. ഇതൊരു മണ്ഡലകാലമാണ് കൊളുത്തേണ്ടത്, അതായത് 48 ദിവസം. നമ്മുടെ ഒരു ആഗ്രഹം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അത് നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 48 ദിവസം ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തണം. ഈ വിളക്ക് കൊളുത്താൻ കുളിക്കേണ്ട ആവശ്യമില്ല. ശരീരശുദ്ധി ഉണ്ടെങ്കിൽ കാല്, കൈ, മുഖം എന്നിവ കഴുകി കൊളുത്താവുന്നതാണ്. ഈ വിളക്ക് കൊളുത്തുന്നതിൽ വ്രതത്തിൻ്റെ ആവശ്യവുമില്ല. എല്ലാ ദിവസവും ഒരേ സമയം തന്നെ കൊളുത്താൻ ശ്രദ്ധിക്കണം. ഒരു ബ്രാസ് പ്ലേറ്റിൽ 5 മൺചിരാതിൽ തിരിയിട്ട് നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താവുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും 4:30 മണിക്കാണ് കൊളുത്തുന്നത്. രാവിലെ കുളിച്ചിട്ട് ഗണപതി ഭഗവാന്റെ മുന്നിലാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത്. ഞാനിവിടെ പൂക്കൾ അലങ്കരിച്ചാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത്. പൂക്കൾ കൊണ്ട് അലങ്കരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൂക്കളൊക്കെ വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും. ഭഗവാൻ ഒരു പൂവെങ്കിലും സമർപ്പിക്കുമ്പോൾ ഒരു മനസ്സുഖം, അത്ര തന്നെ. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിലൂടെ ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകും. കൂടാതെ നമ്മൾ ആഗ്രഹിച്ച കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും സാധിക്കുന്നതാണ്. തലേ ദിവസം തന്നെ കിച്ചണിലുള്ള എച്ചിൽ പാത്രങ്ങളെല്ലാം കഴുകി നീറ്റാക്കി വെച്ചിട്ട് കിടക്കുക. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തുക. അതിൻ്റെ ഫലം നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഏവർക്കും നന്ദി.